ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. സോ ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആ യൂണിറ്റിലെ ലാസ്റ്റ് പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ പാർട്ടൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ലാംഗ്വേജ്. ഹാവ് യു എവർ തോട്ട് ഓഫ് ഹൗ ലാംഗ്വേജ് ഒറിജിനേറ്റഡ്? അതായത് ലാംഗ്വേജ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന്. അതായത് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്, അതാണ് ഒരു ചോദ്യം പോലെ തന്നിട്ടുള്ളത്. ദർ ഈസ് നോട്ട് എനി തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ ഒറിജിൻ ഓഫ് ദി ലാംഗ്വേജ്. അതായത് ലാംഗ്വേജിൻ്റെ ഒറിജിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു തിയറിയും ഇല്ല. ഇറ്റ് ഒക്കേർഡ് തൗസൻഡ് ഓഫ് ഇയേഴ്സ് എഗോ ആൻഡ് ദസ് റിമെയിൻസ് മോസ്റ്റ്ലി എ മിസ്റ്ററി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രൂപാന്തരം പ്രാപിച്ചു വന്നതാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. വി ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അതായത് ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് അറിയില്ല. ദ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദി പാലിയോത്തിക് ഏജ് ആൻഡ് ദി എവിഡൻസ് ഓഫ് ദി സ്ക്രിപ്റ്റ് ഓഫ് ലാംഗ്വേജസ് ആർ സീൻ ഫ്രം ദി നിയോലിത്തിക് ഏജ്. ഇവിടെ പറയുന്നത് പാലിയോത്തിക് ഏജ് വരെ നമുക്ക് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററിയൊക്കെ ട്രേസ് ചെയ്ത് നമുക്ക് നോക്കാം. പക്ഷേ നിയോലിത്തിക് ഏജ് വരെ അതിൻ്റെ സ്ക്രിപ്റ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പാലിയോത്തിക് ഏജ് എന്താണെന്നും നിയോലിത്തിക് ഏജ് എന്താണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹൗ എവർ ത്രൂ ഒബ്സർവേഷൻ സയൻറ്റിസ്റ്റ് ഹാവ് കം ടു സം റിയലൈസേഷൻസ് ആൻഡ് അൺകവേർഡ് സം പോസിബിലിറ്റീസ്. അതായത് നിരീക്ഷണത്തിലൂടെ സയൻറ്റിസ്റ്റുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അൺകവർ സം പോസിബിലിറ്റീസ്. ഇറ്റ് ഈസ് ഹൈപ്പോത്തൈസ്ഡ് ദാറ്റ് വി സ്റ്റാർട്ടഡ് ടു സ്പീക്ക് ത്രൂ ഇമിറ്റേഷൻ just as babies learn imitating the sounds that the adults around them make. It is hypothesized that we started to speak through imitation just as babies learn imitating the sounds that the adults around them make. അതായത് അനുകരണത്തിലൂടെയാണ് ഭാഷ പഠിച്ചു വന്നത് എന്നാണ് നമ്മുടെ സയൻറ്റിസ്റ്റ് റിയലൈസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ജസ്റ്റ് ആസ് ബേബീസ് ലേൺ ഇമിറ്റേറ്റിംഗ് ദ സൗണ്ട്സ് ദാറ്റ് ദി അഡൾട്ട്സ് അറൗണ്ട് ദം മേക്ക്. അതായത് കുഞ്ഞു കുട്ടികൾ മുതിർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ. ഹ്യൂമൻ ലാംഗ്വേജ് ഹാസ് മെനി മോർ ഫീച്ചേഴ്സ്. അതായത് മനുഷ്യന് ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക്, അതായത് ലാംഗ്വേജിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ദ സ്ക്രിപ്റ്റ് ആൽഫബറ്റ് ഹാസ് നോ റിലേഷൻ വിത്ത് ദി കമ്പൈൻഡ് വേർഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ്. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്. അപ്പോൾ കുറേ വാക്കുകൾ കൂടി ചേർന്നതാണ് അതിലെ അക്ഷരങ്ങൾ. അപ്പോൾ അതൊക്കെ ചേഞ്ച് ആകുമ്പോൾ അതിന് ഹാസ് നോ റിലേഷൻ, അതിന് ബന്ധമില്ല. The combination of these sound script differ from word to word. Thus, we set a different meaning and different pronunciation. ഈ കോമ്പിനേഷൻസ്, അതായത് വാക്കുകളിൽ വരുന്ന കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ഓരോ വേർഡിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഉച്ചാരണത്തിനും ഓരോ അർത്ഥമുണ്ട്. We are capable of producing new meaningful words and also our language is passed on from generation to generation. അങ്ങനെ നമ്മൾ പുതിയ പുതിയ വാചകങ്ങൾ, അതായത് അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളും. ആൻഡ് ആൾസോ അവർ ലാംഗ്വേജ് ഈസ് പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അങ്ങനെ ഭാഷ ഓരോ ജനറേഷനിൽ നിന്നും മറ്റു ജനറേഷനിലേക്ക് മാറി വരികയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും എന്തല്ല നമ്മൾ കണ്ടെത്തിയതല്ല. ഒരുപാട് പുതിയ വേർഡ് നമ്മളെ കയ്യിലുണ്ട്. ഇതൊക്കെ ഓരോ ജനറേഷനിൽ നിന്നും മറ്റു ജനറേഷനിലേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ അമ്മ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടെത്തിയതല്ല. അത് മുമ്പേ ഓരോ ജനറേഷനിലും നമ്മളത് യൂസ് ചെയ്ത് അങ്ങനെ പാസ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ ഇൻഫൻസ് ലേൺ ലാംഗ്വേജ് ഫ്രം എൽഡർ പീപ്പിൾ. അതായത് മുതിർന്നവരിൽ നിന്നാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്നത്. When they grow up, they learn other languages too. In different places we have different languages. അതായത് വളർന്നു വരുമ്പോൾ മറ്റു ഭാഷകളൊക്കെ അവർ പഠിച്ചു വരും. അതായത് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുന്നല്ലോ, അതൊക്കെ അവർ വലുതാവുമ്പോൾ സ്വയം പഠിച്ചെടുക്കും. ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് വി ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതായത് ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വ്യത്യസ്ത ഭാഷകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തിനും വെവ്വേറെ ഭാഷയുണ്ട്. ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ ദർ ആർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. അതായത് ഭാഷകൾ ഒരുപാട് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ദാറ്റ് എനാബിൾ കമ്മ്യൂണിക്കേഷന് ഭാഷകൾ എനാബിൾ ആവുന്നു. ബോഡി ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ് ആൻഡ് അനിമൽ ലാംഗ്വേജ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ദി സെയിം. അതായത് ബോഡി ലാംഗ്വേജ് അതൊരു ഭാഷയായിട്ട് വരികയാണ്. സൈൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊരു പോലീസ് കൈകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ അതൊരു ഭാഷയായിട്ട് വരികയാണ്. പിന്നെ അനിമൽ ലാംഗ്വേജ്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ
പല ആസ്പെക്ട്സിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് വരുന്നു. ലാംഗ്വേജസ് ആർ ഡെവലപ്ഡ് ബൈ ഹ്യൂമൻസ് ആൻഡ് യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഭാഷ മനുഷ്യരാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷന് വേണ്ട ആയുധമാണ് ഭാഷ എന്നുള്ളത്. ഹിയർ വിൽ ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. അതായത് ഇവിടെ നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജസിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ആർബിട്രറിനെസ്, റിഫ്ലെക്സിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സോ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ്. അതായത് മനുഷ്യരുടെ ഭാഷ ക്രിയേറ്റീവാണ്. ദി അട്ടേർനെസ് ആൻഡ് കോമ്പിനേഷൻസ് പോസിബിൾ ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് ആർ ഇൻഫിനിറ്റ്. അതായത് നമ്മുടെ മനുഷ്യ ഭാഷയിൽ സാധ്യമായിട്ടുള്ള ഉച്ചാരണങ്ങളും അതുപോലെ തന്നെ സംയോജനങ്ങളും ഇൻഫിനിറ്റ്, അനന്തം. ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഇൻ കമ്പാരിസൺ ഈസ് ഫാർ ലിമിറ്റഡ്. അതായത് ആനിമൽ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്യുമ്പോൾ ഇൻ കമ്പാരിസൺ ഫാർ ലിമിറ്റഡ്. ദി കോമ്പിനേഷൻസ് ഓഫ് സൗണ്ട്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ദാറ്റ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഈസ് ഫ്യൂവർ. They are also limited to communicating information about basic necessities like shelter and warnings of imminent danger. അതായത് നമ്മുടെ ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ ആൻഡ് വാർണിങ്സ് ഓഫ് ഇമിനൻറ്റ് ഡേഞ്ചർ, ഇതൊക്കെ എന്താണ് ലിമിറ്റഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അനദർ യുണീക്ക് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ഇറ്റ്സ് ആർബിറ്ററിനെസ്. അതായത് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മറ്റൊരു യുണീക്ക് ക്വാളിറ്റിയാണ് ആർബിറ്ററിനെസ് എന്ന് പറയുന്നത്. There appears to be no logical correlation between a word and the object. അതായത് കോറിലേഷൻ ഇല്ല ബിറ്റ്വീൻ ഒരു വേർഡും അതുപോലെ തന്നെ വസ്തുവും. or thoughts or feeling that word conveys. For example, the word tree and the concept of tree has no relation each other. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ട്രീ എന്ന് പറഞ്ഞാൽ മരമാണ്. പക്ഷെ മരത്തിൽ ലോകത്ത് എല്ലായിടത്തും ട്രീ എന്നല്ല പറയുക. ഇപ്പം ഇംഗ്ലീഷിൽ മാത്രമാണ് ട്രീ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ വേറെ ഒന്നാവും, ഇംഗ്ലീഷിൽ വേറെ പദമായിരിക്കും, അറബിയിൽ ജർമ്മനിലൊക്കെ വെവ്വേറെ രീതിയിലായിരിക്കും നമ്മൾ ട്രീനെ പറയുക. അപ്പോൾ ആ കൺസെപ്റ്റായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഈ ട്രീ എന്നത് ലാംഗ്വേജാണ്, ഭാഷക്കനുസരിച്ചാണ് അത് പറയുന്നത് എന്നാണ് അർത്ഥം. വെൻ യു ഹിയർ ദി വേർഡ് ട്രീ ദ ഇമേജ് ഓഫ് എ ട്രീ കംസ് ടു യുവർ മൈൻഡ്. അതായത് നമ്മളൊരു ട്രീ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്ത് വരും? ട്രീയുടെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരും. ഇപ്പോൾ ട്രീ വീണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മരം വീണു എന്ന് പറഞ്ഞാലും ഇത് കേൾക്കുന്ന ആളുടെ മൈൻഡിൽ എന്താണ്? ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ബട്ട് ദ ഇമേജ് ക്യാൻ ബി കൺവേഡ് യൂസിങ് എ വേർഡ് ഇൻ അനദർ ലാംഗ്വേജ് ലൈക്ക് മലയാളം ഓർ ഹിന്ദി. ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് ഫോം. അപ്പോൾ ഒരു ലിംഗ്വിസ്റ്റിക് ഫോമിൽ നമ്മളെ പേര് പറയുന്നതും ആ സാധനമായിട്ടും ഒരു ബന്ധമില്ല. The exception is, as we have discussed earlier, the onomatopoeic words which has close resemblance between the sound and the word. അതായത് onomatopoeic words എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ശബ്ദത്തിനും വാക്കിനും ഇടയിൽ അടുത്ത സാമ്യമുള്ളതാണ് എന്ത് ഈ onomatopoeic words എന്ന് പറയുന്നത്. resemblance between the sound and the word. onomatopoeia words എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തോട് സാമ്യമുള്ള പദങ്ങളാണ്. അതായത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ശബ്ദങ്ങൾ ഏതാണ്ട് കേൾക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് നമ്മുടെ onomatopoeia വേർഡ്സ് എന്ന് പറയുമ്പോൾ സ്ലാം, സ്പ്ലാഷ്, ബാം, ബബിൾ അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾസോ യുണീക്ക് ഇൻ ഇറ്റ്സ് റിഫ്ലെക്സിവിറ്റി. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് when a message is sent, the receiver processes it and responds to it, and this chain of communication can be sustained over time and space. അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിസീവർ അത് പ്രോസസ്സ് ചെയ്യും, പിന്നെ അതിന് റെസ്പോണ്ട് കിട്ടും. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ചെയിൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ത്രൂ ഇൻട്രാക്ഷൻസ് ലാംഗ്വേജ് ആൾസോ ഡെവലപ്സ്. അതായത് ഇൻട്രാക്ഷൻ വഴി നമ്മുടെ ഭാഷയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം meanings change and the way words, phrases and signs are used evolve significantly. Reflexivity allows human language to develop and change over time. അതായത് റിഫ്ലെക്സിവിറ്റി അനുവദിക്കുന്നുണ്ട് എന്ത് ഹ്യൂമൻ ലാംഗ്വേജസിന് ടു ഡെവലപ്പ്. സമയം കഴിയുന്തോറും എന്താണ് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് അലോസ് അസ് ടു ടോക്ക് അബൌട്ട് ദി പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് ഭാഷ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഇത് നമ്മൾ സമയത്തിനനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിയോണ്ട് ടൈം. വി ടോക്ക് അബൌട്ട് ഇമാജിനറി തിങ്സ് ദാറ്റ് ആർ നോട്ട് എക്സിസ്റ്റൻറ്റ്. ദിസ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ദാറ്റ് അലോസ് ഇറ്റ് ടു ഇവോക്ക് ഇവൻറ്റ്സ് ആൻഡ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ റിമൂവ്ഡ് ഇൻ ടൈം ഓർ സ്പേസ്. അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആണ്. അവർ
എവറിഡേ ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ലാംഗ്വേജ്. നമ്മുടെ എവറിഡേ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Edward Sapir says language is a purely human and non-instinctive method of communicating ideas, emotions, and desires by means of voluntarily produced symbols. ഭാഷ എന്ന് പറയുന്നത് പ്യുവർലി ഹ്യൂമൻ ആണ്. അതായത് നമ്മുടെ എഡ്വേർഡ് സപ്പിയർ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഐഡിയാസ്, ഇമോഷൻസ്, ഡിസയേഴ്സ് എന്നതിനെ കുറിച്ചൊക്കെയാണ് സാപ്പിയർ പറയുന്നത്. ദീസ് ടേംസ് ഡു നോട്ട് കൺവേ വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ഓൾ ലാംഗ്വേജസ്. അതായത് ഈ ഒരു ടേംസ് ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ്, അപ്പോൾ ഇതൊക്കെ ഈ ടേംസ് കൺവേ ചെയ്യുന്നില്ല ലാംഗ്വേജിലും. അത് എങ്ങനെ എന്നുള്ളത് അത് കൺവേ ചെയ്യുന്നില്ല. It is also possible to know exactly how humans arrived at the idea of language. അതായത് ഒരു ഭാഷയുടെ ഐഡിയയിൽ എങ്ങനെയാണ് മനുഷ്യൻ എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. Some philosophers like Yuval Noah Harari speculate that language developed because of a very human need to gossip. അതായത് ചില ഫിലോസഫേഴ്സ് എന്ന് പറയുമ്പോൾ തത്വചിന്തകർ ലൈക്ക് യുവാൽ നോവ ഹരാരി സ്പെക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്ഡ്, ഭാഷ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഓഫ് അതായത് വെരി ഹ്യൂമൻ നീഡ് ടു ഗോസിപ്പ്. അത് മനുഷ്യർ ഗോസിപ്പ് ആവശ്യമാണ്. Gossip was a way in which primitive humans managed to form social bond, സാമൂഹ്യ ബോണ്ട് with their fellow beings, especially പ്രത്യേകിച്ച് when the herd size increased beyond the point where each member could interact with ഓരോ മെമ്പേഴ്സ് എന്താണ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എവറി അതർ മെമ്പർ. They relied on gossip to know whom to trust, whom to avoid and whom to cooperate with. അതായത് whom to trust, അതായത് ആരെയാണ് വിശ്വസിക്കുക, ആരെയാണ് അവോയ്ഡ് ചെയ്യുക, ആരെയാണ് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുക, അതാണ് പറയുന്നത് അവിടെ. Let us now examine some theories on the origin of language in detail. അപ്പോൾ നമുക്ക് കുറച്ച് തിയറീസ് തന്നിട്ടുണ്ട് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒറിജിൻ്റെ. അപ്പോൾ അത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലാംഗ്വേജ് ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്. അതായത് ഭാഷ എന്നത് നമ്മുടെ നാച്ചുറൽ സൗണ്ട്സിൻ്റെ അനുകരണമാണ്. വി ഹാവ് ഓൾറെഡി റീഡ് അബൌട്ട് ദി ഓണോമെറ്റോപിക് വേർഡ്സ്. അതായത് നമ്മൾ നേരത്തെ തന്നെ ഓണോമെറ്റോപിക് വേർഡ്സിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി ദ പ്രിമിറ്റീവ് മാൻ യൂസ്ഡ് ദി ഓണോമെറ്റോപിക് സൗണ്ട്സ് ടു ഇൻഫോം ഹിസ് ഫെലോ ബീങ്സ് അബൌട്ട് ബേർഡ്സ് ലൈക്ക് കുക്കു, ക്രോ, ചീപ്പ്. പ്രിമിറ്റീവ് മാൻ എന്ന് പറഞ്ഞാൽ ആദ്യകാല മനുഷ്യർ. They would have also tried to communicate sounds of nature like rattling, ooze, buzz, ripple, vroom, bang, hiss, etc. അതായത് അപ്പോൾ ഇതൊക്കെ ബേർഡ്സിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദിസ് തിയറി ഓഫ്റ്റൺ റെഫേർഡ് ടു എസ്. അപ്പോൾ ഈ ഒരു തിയറിയെ നമ്മൾ പറയുന്ന പേരാണ് ബൗ വൗ തിയറി. ദിസ് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് certain words. However, the theory is limited in that it cannot explain the development of other words. അതായത് നമുക്കൊരിക്കലും മറ്റു വാക്കുകളുടെ ഡെവലപ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. This theory fails to further explain how languages developed in the later years. അപ്പോൾ ഇത് നമുക്ക് ഓരോ സെൻറ്റൻസും അർത്ഥം പറയാം. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാവും. അപ്പോൾ അതാണ് ബൗ വൗ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഡിങ് ഡോങ് തിയറിയാണ്. ഡിങ് ഡോങ് തിയറി ഈസ് എ സിമിലർ വൺ ടു ബൗ വൗ തിയറി. അതായത് ഡിങ് ഡോങ് തിയറി നമ്മുടെ ബൗ വൗ തിയറിക്ക് സിമിലറാണ്. അതായത് ബൗ വൗ തിയറി നമ്മൾ പറഞ്ഞു അത് പക്ഷികളിൽ നിന്നൊക്കെ ആണ് അത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. വിച്ച് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് ഏർലി മാൻ മൈറ്റ് ഹാവ് ഇമിറ്റേറ്റഡ് ദി സൗണ്ട് ഓഫ് നാച്ചർ ആൻഡ് എക്സ്പ്രസ്ഡ് ദം വോക്കലി ബൈ യൂസിങ് സെൻസറി ഇംപ്രഷൻസ് ലൈക്ക് സ്ട്രൈക്കിംഗ് ഓഫ് ബെൽസ്, സ്വേയിങ് ഓഫ് ട്രീസ് ഇൻ വിൻഡ്സ്, മൂവ്മെൻറ്റ് ഓഫ് റിവേഴ്സ് എക്സെട്ര. അതായത് നാച്ചുറൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്തതാണിത്. അപ്പോൾ അതായത് നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് റിവേഴ്സ്, അതായത് പുഴയുടെ ചലനങ്ങൾ, അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് ഓഫ് ബെൽസ്, അതായത് നമ്മുടെ ബെല്ലടിക്കുന്ന ശബ്ദം, പിന്നെ കാറ്റിലെ മരങ്ങൾ ആടുന്നത്, അതൊക്കെയാണ് ഈ ഒരു ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത്. ദിസ് തിയറി പ്രൊപ്പോസ്ഡ് ബൈ മാക്സ് മുള്ളർ സ്ട്രെസ്സസ് ഓൺ ദ റിതം ഓഫ് നാച്ചർ വിച്ച് ക്രിയേറ്റഡ് എ സെൻസറി ഇംപ്രഷൻ ഓൺ ഹ്യൂമൻ ബീങ്സ്. അതായത് ഈ ഒരു തിയറി, അതായത് ഡിങ് ഡോങ് തിയറി ഇൻവെൻറ്റ് ചെയ്ത ആളാണ് മാക്സ് മുള്ളർ എന്ന് പറയുന്നത്. ഹാവ് യു ഇയർഡ് ഓഫ് ദി എക്സ്പ്രഷൻ ഫൂഫു? ഇറ്റ് മീൻസ് ടു മേക്ക് ഫൺ ഓഫ് സംതിങ് ഓർ സംവൺ. The speech utterances of man during pain, shock, excitement and pleasure are traced by ഫൂഫു തിയറി. അതായത് ഈ ഫൂഫു തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന് വേദന ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ ഷോക്ക് ഉണ്ടാകുമ്പോഴും എക്സൈറ്റ്മെൻറ്റ്, ആ സമയത്തൊക്കെയാണ് ഈ ഒരു ഫൂഫു എന്ന് പറയുന്ന സൗണ്ട് വരിക. വെൻ വി ആർ ഹാപ്പി വി യൂസ് ദി വേർഡ്സ്
ഹാ ഹാ ടു ഡിനോട്ട് അവർ ഹാപ്പിനെസ്. നമുക്ക് സന്തോഷമാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഹാ ഹാ എന്നായിരിക്കും നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ നമ്മൾ ഇതാക്കാം. അതുപോലെ തന്നെ വെൻ വി സ്ലിപ്പ് ആൻഡ് ഫാൾ ഡൗൺ വി സേ ഓ ഇൻ പെയിൻ. അതായത് ഇപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഭയങ്കര പെയിൻ ആയിരിക്കും, അപ്പോൾ നമ്മൾ ഓ എന്ന് പറയും. അപ്പോൾ ദിസ് തിയറി കനോട്ട് ബി യൂണിവേഴ്സലി അപ്ലൈഡ്. പക്ഷെ ഇത് എല്ലായിടത്തും അങ്ങനെയല്ല അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ ചിലർ അമ്മയെ അങ്ങനെയൊക്കെ വിളിക്കുമല്ലോ, അയ്യോ വീണു അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും എന്തായിരിക്കും നമ്മൾ വ്യത്യസ്ത എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ പറയുക. ഓയ് ഈസ് ദി എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ റഷ്യൻസ് ഫോർ പെയിൻ. അതായത് റഷ്യയിലൊക്കെ നമ്മൾ പെയിൻ ആവുന്ന സമയത്ത് ഓയ് എന്നായിരിക്കും നമ്മൾ പറയുക. ഫ്യൂ അതർ എക്സാമ്പിൾസ് ആർ ബൂം, ക്രാഷ്, ഓയിങ്, എക്സെട്ര. Similarly, men working in groups utter words in a rhythm to reduce their effort. Men carrying wood call out "Ohoi, ohoi," repeating one after the other. These sounds are made involuntarily to reduce their muscular effort. The theory of language origin that argues that language developed from such expressions of labor is called യോയിഹോ തിയറി. അതായത് ഈ ഒരു തിയറിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുരുഷന്മാരൊക്കെ ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ വുഡ്, അതായത് മരങ്ങളൊക്കെ നമ്മളിങ്ങനെ ക്യാരി ചെയ്യുന്ന സമയത്ത് അവരവരുടെ ജോലിഭാരം കുറക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരിങ്ങനെ ഒരു പാട്ട് മൂളികാണ്ടായിരിക്കും അവർ ജോലി ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും ഓഹോയ് ഹോഹോയ് എന്നൊക്കെ പറയും. അങ്ങനെ അവരതിൽ കുറേ റിതംസ് ഉണ്ട്, അതവർ ജോലി ചെയ്യുമ്പോൾ അവരത് പറയും. അപ്പോൾ അവർക്ക് അവരുടെ എഫേർട്ട് എടുക്കുന്നവർക്ക് അറിയില്ല, അപ്പോൾ അവർക്ക് ജോലി എളുപ്പമാക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്നാണ് ലാംഗ്വേജ്, ഈ ഒരു തിയറിയിൽ നിന്നും ലാംഗ്വേജ് ഒറിജിൻ ചെയ്യുന്നുണ്ട്. അത്തരം എക്സ്പ്രഷൻസ് ഓഫ് ലാബർ ഇസ് കാൾഡ് യോയിഹോ തിയറി. When we say I and me, we have a tendency to point fingers toward us. And we point the person standing opposite when saying you. അതായത് ഐ ആൻഡ് മീ അത് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ യു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. എ ഫ്യൂ തിയറിസ്റ്റ് സേ അവർ ഗസ്റ്റേഴ്സ് ആൻഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി മദർ ടങ് ക്യാൻ ഹെൽപ്പ് us to utter ന്യൂ സൗണ്ട്സ് ആൻഡ് ഫോം വേർഡ്സ്. അതായത് കുറച്ച് നമ്മുടെ തിയറിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മുടെ ആംഗ്യം, അതായത് ഗസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആംഗ്യങ്ങൾ, ആൻഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി മദർ ടങ് ആൻഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി ടങ്, അതായത് നമ്മുടെ നാവിൻ്റെ വഴക്കം ടുഗദർ ക്യാൻ ഹെൽപ്പ് us to utter ന്യൂ സൗണ്ട്സ് ആൻഡ് ഫോം വേർഡ്സ്. അതായത് അപ്പോൾ നമ്മുടെ ഈ ഒരു ആംഗ്യങ്ങളും അതുപോലെ തന്നെ നാവിൻ്റെ വഴക്കമൊക്കെ നമുക്ക് പുതിയ സൗണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വേർഡ്സ് ഫോം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. We know that in the early days human beings communicated primarily through gestures and signs. അതായത് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഹ്യൂമൻ ബീങ്സ്, അതായത് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, അതായത് ഗസ്റ്റേഴ്സ് ആൻഡ് സൈൻസ്, അതായത് ആംഗ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ അടയാളങ്ങളിലൂടെ ഒക്കെ ആയിരുന്നു. പിന്നെ അത് ലേറ്റർ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ റിപ്ലേസ്ഡ്, പിന്നെ ലിപ്സ്, ജോസ് ആൻഡ് ടങ്ക്, ഇതുകൊണ്ടൊക്കെയാണ് പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ദ ബുക്ക് ടൈറ്റിൽഡ് ഹ്യൂമൻ സ്പീച്ച് ബൈ സർ റിച്ചാർഡ് ഫാഗറ്റ് ഗീവ് റെഫറൻസ് ടു ഗസ്റ്റർ തിയറി. അതായത് നമ്മുടെ ഹ്യൂമൻ സ്പീച്ച് പറഞ്ഞ ബുക്കിൽ അത് എഴുതിയ ആളുടെ പേരാണ് സർ റിച്ചാർഡ് ഫാഗറ്റ്. അദ്ദേഹം ഗസ്റ്റർ തിയറിനെ കുറിച്ച് ആ ഒരു ഹ്യൂമൻ സ്പീച്ച് എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗസ്റ്റർ തിയറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. The above theories of language origin help us to understand a bit more about human behavior and communication, but they are inadequate to sufficiently explain the origin of human languages. അത് ഈ മുകളിൽ പറയുന്ന തിയറികളിലൊക്കെ നമുക്ക് ഒറിജിൻ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു കാഴ്ചപ്പാട് തരും. Though we can assume that language developed as a consequence of a combination of the above mentioned factors, the exact moment and ways in which it has happened remains unexplained. ഇപ്പോൾ മുകളിൽ പറഞ്ഞ തിയറികളൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നൊക്കെയാണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്നൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് ദ എക്സാക്ട് മൊമെൻറ്റ് ആൻഡ് വേസ് ഇൻ വിച്ച് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് റിമെയിൻസ് അൺഎക്സ്പ്ലെയിൻഡ്. അതായത് കറക്റ്റ് സംഗതി എങ്ങനെ സംഭവിച്ചാണെന്ന് നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, അൺഎക്സ്പ്ലെയിൻഡ്. ഇവിടെ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ അത് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Hope you all understand. Keep watching. Thank you all.